ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേരാണ് കക്കയം മുരക്കുഴി വെള്ളച്ചാട്ടം. മുരക്കുഴി എന്ന് പേര് വരാൻ കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വെള്ളം വന്ന് ചാടി പാറയ്ക്കെല്ലാം ഉരുള് പോലെ പൊത്തുകളതാവട്ടെ, ആൾക്കാരുണ്ടാക്കിയതല്ല. ഏകദേശം 600 അടി താഴ്ചയിലേക്ക് വെള്ളം പോന്നു. കോഴിക്കോട് ബീച്ചിൽ നിന്ന് 2500 അടി ഉയരത്തിൽ നമ്മൾ നിൽക്കുന്നു. ഈ വെള്ളം താഴോട്ടേക്ക് പതിച്ചു കഴിഞ്ഞാൽ പാറയുടെ മുകളിൽ കൂടി അല്ലാതെയും വെള്ളം ഒഴുകുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ ഉരുള് പോലെ പാട പൊത്തിക്കൂടിയെല്ലാം പോയിട്ട് ഇത് പല ഭാഗത്ത് പൊട്ടുന്നത്, നേരിട്ട് പോകല്ല. അതിന് ഉദാഹരണം മാത്രമാണ് ഏറ്റവും താഴ്ഭാഗത്തുണ്ട്, അടുത്തൊന്നും വലത്തോട്ട് പതവര ഒഴുകുന്നുണ്ടോ, പാറയുടെ മുകളിൽ കൂടെ വെള്ളം ഒഴുകി പോകുന്നില്ല. കേരളത്തിലെ ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും പാറയുടെ മുകളിൽ കൂടെ അധികം വെള്ളം ഒഴുകുന്നത്. ഇവിടെ പാറയുടെ പൊത്തിക്കൂടെ പോയിട്ട് ഇത് പല ഭാഗത്താണ് പൊത്തുന്നത്. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ വേനൽക്കാലത്തോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട് കക്കയം മുരക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് വീണ് പോയാൾ പോയി കൂടെ കാണാൻ വന്നയാൾ തിരിച്ചു വെക്കൂല. കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ് എന്നറിയപ്പെടുന്നു. പക്ഷേ അപകടങ്ങൾ സംഭവിക്കാത്തെന്ന് പറഞ്ഞാൽ 5 മണി വരെ നിയന്ത്രിക്കാനും പറഞ്ഞു കൊടുക്കാനും ഗൈഡുമാരിവിടെ നിൽക്കുന്നുണ്ട്. ഇതുവരെയും ഒരു വിനോദസഞ്ചാരി അപകടത്തിൽപ്പെട്ടില്ല. പക്ഷെ വെള്ളച്ചാട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തരാവസ്ഥക്കാലത്ത് കക്കയം ക്യാമ്പിൽ നിന്ന് പോലീസുകാർ ഉരുട്ടിക്കൊന്ന കേന്ദ്രീയംകുളം വിദ്യാർത്ഥി സഖാബ് രാജൻ്റെ ബോഡി കൊണ്ടിട്ട സ്ഥലം നിങ്ങൾ കേൾക്കുന്ന പോലെ ഞങ്ങളും കേൾക്കുന്നു. കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. അന്നോട്ടാണ് ആളുകളെല്ലാം ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഈ പുഴ കടന്ന് കാട്ടിക്കൂടെ കയറി ആ ചാഞ്ഞേക്കുന്ന മരത്തെ പിടിച്ച് 76 മുതൽ ഇതിൻ്റെ യഥാർത്ഥ താഴ്ഭാഗം കാണുന്നത്. അങ്ങനെയാണ് കക്കയവും മുരക്കുഴി വെള്ളച്ചാട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങി എന്ന് പറയപ്പെടുന്ന കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. ഈ വെള്ളമാണ് കരിയാത്തുംപാറ തോണിക്കടവിലെ കൊഴിക്കുന്ന വെള്ളം. ഇതിൻ്റെ അടിഭാഗത്ത് ഒരു വിനോദസഞ്ചാരി എത്തണമെന്ന് ആഗ്രഹിച്ചില്ല. എത്തണമെങ്കിൽ കരിയാത്തുംപാറ എന്ന് 3.5 കിലോമീറ്റർ പുഴയിൽ കൂടെ മാത്രം വേനൽക്കാലത്ത് അതിസാഹസികമായ രീതിയിൽ പാറക്കൂടെ കയറുകൾ ഉപയോഗിച്ച് കയറിയെന്നാൽ മാത്രമേ ഇതിൻ്റെ അടിഭാഗത്തുമൊക്കെ എത്താൻ കൂടെ വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ എത്തിക്കഴിഞ്ഞ ഒരു വിനോദസഞ്ചാരി മുകളിലോട്ട് നോക്കിയെന്നാൽ ഈ വെള്ളച്ചാട്ടം മുകളിൽ നിന്നും താഴോട്ടേക്ക് പതിക്കുന്ന കാണത്തില്ല, പാറ പൊത്തിക്കൂടെയല്ല വെള്ളം പോകുന്നത്. അതുകൊണ്ടാണ് ഈ വെള്ളച്ചാട്ടത്തിന് വേറൊരു പേരും കൂടെ വരാൻ പോവാണ്. കേരളത്തിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ മുകളിൽ നിന്നും താഴോട്ടേക്ക് മാത്രം കാണുന്ന വെള്ളച്ചാട്ടം. നമ്മുടെ അരിപ്പാറ, സൂചിപ്പാറ, തുഷാരഗിരി, അതിരപ്പള്ളിയിലും പോയിട്ടുണ്ടെങ്കിൽ അതിന് താഴ്ഭാഗത്തൊന്ന് ആഞ്ഞ് പതിക്കുന്നതാണ്. ഇത് കാണില്ല. ഈ പാലം ഉണ്ടായിരുന്ന നമുക്ക് ആ തൂക്കുപാലത്ത് നിന്നാൽ ഇതിൻ്റെ യഥാർത്ഥ കുഴിയെല്ലാം കാണാം. പക്ഷേ പൊളിഞ്ഞു പോകാൻ കാരണം 2018 പ്രളയത്തിൽ കക്ക അണക്കെട്ട് തുറന്നു വിട്ടു. കാട്ടിലെ മഴവെള്ളം കൂടി പാലം മൂടി എന്ന് പറഞ്ഞാൽ 3 ദിവസം പിന്നെയാണ് കമ്പ്യൂട്ടറിലേക്ക്. വേറെ പ്രത്യേകം ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒരു മനുഷ്യൻ്റെ മുഖച്ചാള പാറ, നെറ്റി, കണ്ണ്, മൂക്ക്, വായി തള്ളിയിരിക്കുന്ന പാറ വലസൈഡിലുള്ള. ഇരുട്ടായി കഴിഞ്ഞാൽ ആന, കാട്ടുപോത്തിൻ്റെ സെൻ്ററാണ്. റേഞ്ചും ഇല്ലാത്തതുകൊണ്ട് വിനോദസഞ്ചാരികളെ 5 മണി വരെ മാത്രമേ നിർത്തുള്ളൂ. 10 കിലോമീറ്റർ തലയാട് ചീരിക്കുഴി, 18 അടിവാരം, 31 ലക്കടി, 33 പടിഞ്ഞാറത്തറ ബാണാസുര സാഗറിന് വെള്ളം തുറന്നിട്ട് കക്ക അണക്കെട്ട് വരും. കക്ക അണക്കെട്ടിൽ നിന്ന് വെള്ളം തുറന്നിട്ടാൽ പെരുണാമൂഴി അണക്കെട്ടിൽ ഇതിൽ പോകും. പിന്നെ അപ്പുക്കുട്ടം വള്ളിക്കുന്നിൻ്റെ ലേഖനത്തിൽ രാജൻ്റെ ബോഡി പഞ്ചസാരയിട്ട് കത്തിച്ച പാറ കാണിക്കുന്ന ഫോട്ടോ ഇതാണ്. ഇതെല്ലാം കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ.